എന്താണ് ഒരു മാനപാത്രം? വെസൽ ഓഫ് ഓണർ. ഇതൊരു പാത്രമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള പാത്രമല്ല, ഇറ്റ്സ് എ പാത്രം. ഒരു കണ്ടെയ്നറാണ്. കുറച്ച് വെള്ളത്തിൽ കൊള്ളാൻ കഴിയുന്ന ഒരു വെസലാണ്. വെസൽ, പാത്രം. ഇതിനെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ പാത്രത്തെ. ലിക്വിഡ് ഫോർമാറ്റിലുള്ള വെള്ളമോ ജ്യൂസോ കോഫിയോ എന്തുവേണോ ഇതിനകത്ത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. ശരിയല്ലേ? ഈ പാത്രം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നു. ഞാൻ വന്നപ്പോൾ ഈ പാത്രം പുറത്ത് ചെളി കിടക്കുകയായിരുന്നു വിചാരിക്കുക. ഞാൻ ഇതിലെടുത്ത് വെള്ളം കുടിക്കുമോ? കുടിക്കത്തില്ല. കാര്യം ആ വെള്ളത്തിന്റെ കുഴപ്പമോ എന്റെ കുഴപ്പമോ അല്ല, പാത്രത്തിന്റെ കുഴപ്പമായിരുന്നു. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് എങ്ങനെ ദൈവത്തിന് ഉപയോഗമുള്ള ഒരു മാനപാത്രം ആകാൻ കഴിയും. ഹൗ ടു ബി ആൻ വെസൽ ഓഫ് ഓണർ. ഹൗ ടു ബി എ വെസൽ ഓഫ് ഓണർ. ദൈവത്തിന് ഉപയോഗമുള്ള ഒരു മാനപാത്രം എങ്ങനെ ആകാം. അതിനാധാരമായുള്ള വചനം ആദ്യം ഞാൻ പറയാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. 2 തിമോത്തി 2-ാം അധ്യായം 20 മുതലുള്ള വാക്യം. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ മാത്രമല്ല, മരവും മണ്ണുകൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യ കാര്യത്തിനും ചിലത് ഹീന കാര്യത്തിനും ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ വീട്ടിൽ ഒത്തിരി പാത്രങ്ങളുണ്ട്. പൊന്നുകൊണ്ടുള്ളതുണ്ട്, വെള്ളി കൊണ്ടുള്ളതുണ്ട്, കല്ലുകൊണ്ടുള്ളതുണ്ട്, മരം കൊണ്ടുള്ളതുണ്ട്. പക്ഷേ ചിലതിനെ മാന്യമായ കാര്യത്തിനും ചിലതിനെ ഹീന കാര്യങ്ങൾക്കും ഉപയോഗിക്കും. അടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഒരുവൻ, അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരുവൻ. നമ്മൾ പാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നേരെ വാക്ക് മാറി ഒരുവൻ എന്നായി. ശ്രദ്ധിച്ചല്ലോ? നേരത്തെ പറഞ്ഞ ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും മരവും മണ്ണും കൊണ്ടുള്ള പാത്രങ്ങളുണ്ടെന്നാ പറയുന്നത്. തൊട്ടടുത്ത വാക്ക് പറയുന്നത് ഒരുവൻ. അപ്പൊ മനസ്സിലായി ഈ പാത്രം ഉദ്ദേശിക്കുന്നത് വ്യക്തികളെയാണ്. ഒരുവൻ ഹീന കാര്യങ്ങളിൽ നിന്ന് തന്നെത്താൻ വെടിപ്പാക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കണം, ഒരുവൻ ഹീനമായ കാര്യങ്ങളിൽ നിന്ന് തന്നെത്താൻ വെടിപ്പാക്കുകയാണെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ ബൈബിളിൽ കാണുന്ന വാക്യം എങ്ങനെയാണ്? അവിടെ ഒരുവൻ ഇവയെ എഴുതിയിട്ടുണ്ടല്ലേ? അത് മുകളിൽ പറയുന്ന കാര്യത്തെയാണോ പറയുന്നത്? ഹീനമായ കാര്യങ്ങളിൽ നിന്ന് തന്നെത്താൻ വെടിപ്പാക്കുകയാണെങ്കിൽ. ഒരു കണ്ടീഷനാണ്. ഓക്കെ, തന്നെത്താൻ. ആ പാത്രം, ആ വ്യക്തി തന്നെത്താൻ ഹീനമായ കാര്യങ്ങളിൽ നിന്നും തന്നെ തന്നെ വെടിപ്പാക്കുകയാണെങ്കിൽ അവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമുള്ള നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാന്യ കാര്യത്തിനുള്ള പാത്രം ആയിരിക്കും. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യനെ മാന്യമായ കാര്യങ്ങൾക്ക്, നല്ല നല്ല സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കണമോ എന്ന് തീരുമാനിക്കുന്ന ദൈവമല്ല. ഇവിടെ വചനം പറയുന്നു ആ വ്യക്തിയാണ്. ഒരുവൻ തന്നെത്താൻ തീരുമാനിക്കുകയാണ്, ഞാൻ എന്നെ തന്നെ വെടിപ്പാക്കും, ഞാൻ ഹീന കാര്യങ്ങളിൽ തൊടത്തില്ല, ഹീന കാര്യങ്ങളിലേക്ക് പോകത്തില്ല എന്ന് ഞാൻ എന്നെക്കുറിച്ച് ഞാൻ തന്നെ തീരുമാനിച്ചാൽ ഞാൻ യജമാനന് ഉപയോഗമുള്ള പാത്രം ആയിരിക്കും. അടുത്ത വചനം പറയാണ്, അതുകൊണ്ട്, ഏതുകൊണ്ട്? യജമാനന് ഉപയോഗമുള്ള പാത്രമാകാൻ വേണ്ടി യൗവന മോഹങ്ങളെ വിട്ട് ഓടുക. ഫ്ലീ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ്. യൗവന മോഹങ്ങൾ എന്ന് പറയുമ്പോൾ യൗവനക്കാർക്ക് വേണ്ടിയുള്ളതല്ല. യൗവന മോഹങ്ങൾ മരിക്കുന്നത് വരെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും പറയുകയാണ്, അത്തരത്തിലുള്ള മോഹങ്ങളെ വിട്ട് ഓടുക. അതായത് ഒരു വെസലിന്റെ പർപ്പസ്, ഒരു വെസലിനെ, ഒരു പാത്രത്തെ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ആ വെസലാണ് തീരുമാനിക്കുന്നത്. ആ വെസലിന്റെ തീരുമാനമാണ് ഞാൻ എന്തിന് ഉപയോഗിക്കപ്പെടണം. ഹല്ലേലൂയ. മാസ്റ്റർ, യജമാനൻ അങ്ങനെ തീരുമാനിക്കുന്ന വെസലുകളെ, അവൈലബിൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ വെടിപ്പാക്കുന്ന വെസലുകളെ ചൂസ് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് ആരോടും മുഖപക്ഷമില്ല. ദൈവം എല്ലാവർക്കും ചോയ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ചോയ്സ് തന്നിരിക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ വെടിപ്പാക്കുവാൻ തീരുമാനമെടുക്കാമെങ്കിൽ നമ്മെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രമായിരിക്കും. ഹല്ലേലൂയ.
ഇവിടെ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഒരു വചനം ഇങ്ങനെയാണ്: ബിക്കം ദ കൈൻഡ് ഓഫ് കണ്ടെയ്നർ ഗോഡ് ക്യാൻ യൂസ്. ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കണ്ടെയ്നർ ആയിരിക്കുക. ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന കണ്ടെയ്നർ. ഒരു പ്രശസ്തനായ ദൈവമനുഷ്യനെ പറഞ്ഞു, ദൈവം ഈ ഭൂമിയിൽ ഇങ്ങനെയാണ്, ആദ്യത്തെ വചനമാണ്: നമുക്ക് ദൈവത്തെ കൂടാതെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ദൈവം നമ്മെ കൂടാതെ ഒന്നും ചെയ്യത്തുമില്ല. എന്ന് വെച്ചാൽ ദൈവത്തിന് കഴിയത്തില്ലെന്നല്ല, ദൈവം ചെയ്യത്തില്ല. ദൈവത്തിന് സ്വന്തമായി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നമുക്കതില്ല. നമുക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം നമ്മെ കൂടാതെ ഒന്നും ചെയ്യത്തുമില്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവം നമ്മിലൂടെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വചനം പറയുന്നു, അവൻ ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജിക്കായുള്ള ഇൻസിഡന്റ് വരുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, വീട്ടിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളിലൊക്കെ, നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ട്രാജിക് അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവത്തോട് കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ദൈവവുമായി പാർട്ട്ണർ ചെയ്യുമ്പോൾ നമുക്കതിനെ പരിഹരിക്കാനുള്ള അവസരം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശബ്ദമായും ദൈവത്തിൻ്റെ കരമായും നമ്മയാണ് ദൈവം കണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മെ തന്നെ വെടിപ്പാക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് അവൈലബിൾ ആവാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനായി കഴിയും. അത് ഞാൻ പറയുന്നതാണ്, ബി എ കൈൻഡ് ഓഫ് കണ്ടെയ്നർ ഗോഡ് ക്യാൻ യൂസ്. ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല കണ്ടെയ്നർ ആയിരിക്കുക. To present every kind of gift to his guests for their blessing. അതായത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ തക്കവണ്ണമുള്ള പാത്രങ്ങളാക്കി ദൈവത്തിന് ഉപയോഗിക്കാൻ നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്യുക, നിങ്ങളെ തന്നെ വെടിപ്പാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഞാൻ പറയുന്നത്, ബി ഡെഡിക്കേറ്റഡ് ടു ദ ഓണറബിൾ പർപ്പസ് ഓഫ് യുവർ മാസ്റ്റർ. നിങ്ങളുടെ യജമാനു വേണ്ടി നിങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക, പൂർണ്ണമായി നിങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക, നിങ്ങളെ ഉപയോഗിക്കാനായിട്ട്. അടുത്ത വചനം പറയുന്നതാണ്, മനോഹരമാണ്. തിമോത്തിയോട് പൗലോസ് പറയാണ്, റൺ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. നിനക്ക് കഴിയാവുന്നതിന്റെ വേഗത്തിൽ ഓടുക. എന്തിൽ നിന്ന്? ഫ്രം ഓൾ ദ ആംബിഷൻസ് ആൻഡ് ലസ്റ്റ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ തകർത്തുകൊണ്ടിരുന്ന ഒന്നാണ് യൂത്ത്ഫുൾ ലസ്റ്റ്. ഹല്ലേലൂയ. എൻ്റെ മലയാളത്തിൽ കറക്റ്റ് വാക്ക് പറഞ്ഞ യൗവന മോഹങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് സെക്ഷുവൽ തോട്ട്സും ഇംപെർവേഷൻ, എന്താ പറയുക, പെർവേഴ്സ് ചെയ്തിട്ടുള്ള തോട്ട്സ്, അതിൻ്റെ പിന്നിലുള്ള ജീവിതം. ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്യുക? വിട്ട് ഓടുക. ഹല്ലേലൂയ. അവിടെ വാക്കാണ്, വെറുതെ ഓടിയ പോരാ. റൺ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. നിനക്ക് കഴിവിന്റെ പരമാവധി വേഗത്തിൽ അതിൽ നിന്നും ഓടുക. അതിന്റെ എക്സാമ്പിൾ ആണ് ജോസഫ്. ജോസഫ് എന്ത് ചെയ്തു? ഇട്ടേച്ച് ഓടി. തൻ്റെ പർപ്പസിലേക്ക്, തനിക്ക് ദൈവം ചെയ്യുന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഉണ്ടായ ചെറിയ ചെറിയ എന്താ പറയുക മോഹങ്ങളെ അവൻ വലിച്ചെറിഞ്ഞിട്ട്, തൻ്റെ കോട്ടിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവൻ ഓടി എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റ് എന്തിനോടും വചനം പറയുന്നത് റെസിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. മറ്റ് ടെംപ്റ്റേഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ പറയാണ്, മറ്റു സ്ഥലത്ത് പറയാം, ഫ്ലീ ഫ്രം സെക്ഷൽ ഇമ്മോറാലിറ്റി. സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനല്ല, കുറച്ചൊന്ന് ശ്രമിച്ചു നോക്കാം, കണ്ടു നോക്കാം, നിന്ന് നോക്കാമെന്നല്ല, റൺ. അവിടെ എന്ത് ചെയ്യുക? വിട്ടോടുക. ദൈവം നമുക്ക് ജന്മനാ നൽകിയിരിക്കുന്ന ചില ആംബിഷൻസ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. അതിനെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക, അതിനെ കുടുംബമെന്ന പശ്ചാത്തലത്തിൽ മാത്രം ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം അല്ലാത്തതൊക്കെ നമ്മെ നശിപ്പിക്കും, നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. സദൃശവാക്യങ്ങളിൽ വളരെ വ്യക്തമായ ഒത്തിരി സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊരിക്കലും തന്നെ അടുത്ത സുഹൃത്തിൻ്റെ, അടുത്ത അയൽക്കാരൻ്റെ വീട്ടിലെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾക്ക് അപകടമൊന്നും വരില്ല ചിന്തിക്കുന്നത് നിങ്ങളുടെ മടിയിൽ കുറെ കനൽ കൂട്ടി വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നത് പോലെയാണ് എന്നാണ് സദൃശവാക്യങ്ങളിൽ പറയുന്നത്. കാരണം അതിൻ്റെ അന്ത്യം മരണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയാണ്, തൻ്റെ പ്രിയ പുത്രനായ തിമോത്തിയോട് പറയാണ്, നീ എന്ത് ചെയ്യണം? അത്തരം ചിന്തകളിൽ നിന്ന് ഓടണം. കാരണം അത് നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനുള്ള പർപ്പസിൽ നിന്നെ തടയും, നിന്നെ ലിമിറ്റ് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും പറയും, പഴയ നിയമത്തിൽ ദാവീദ് അത് ചെയ്തില്ലേ, അബ്രഹാം അത് ചെയ്തില്ലേ. പഴയ നിയമത്തിലെ അല്ല നീ ജീവിക്കുന്നത്. ഒരിക്കലും പഴയ വീഞ്ഞിനെ പുതിയ തുരുത്തിയിൽ വെക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. വീഞ്ഞെടുത്ത് വെക്കുമ്പോൾ തുരുത്തി നോക്കണം. നമുക്ക് ചില തുരുത്തി വെക്കുമ്പോൾ അതിനും കൂടി ബ്രേക്ക് ചെയ്ത് കളയും. അതായത് പുതിയ നിയമത്തിൽ ഒരു അപ്പോസ്തലനെ പോലും
വചനത്തിൽ ഒരിടത്ത് നമുക്ക് കാണാൻ കഴിയില്ല ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി പിടിച്ചതായിട്ട്. ആരും തന്നെ ഫോർണിക്കേഷൻ, വ്യഭിചാരം ചെയ്തതായിട്ട് ഒരു അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റത്തില്ല. കാരണം പഴയ നിയമത്തിൽ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നില്ല. ഇന്ന് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അന്ന് കഴിവില്ലായിരുന്നു പറയാം, പക്ഷെ ഇന്ന് എനിക്ക് എക്സ്ക്യൂസ് ഇല്ല. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സർവ്വശക്തിയും വസിക്കുകയാണ്. യു ആർ ക്യാരിയിങ് ദ ഗോഡ്സ് പ്രസൻസ്. ദൈവ സാന്നിധ്യം ചുമക്കുന്ന നിന്നെ ടെംപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദൈവത്തിന്റെ തീയിൽ നിൽക്കുന്ന തന്നെ ശത്രുവിന് തൊടാൻ കഴിയില്ല എന്ന സത്യം. നമ്മൾ ആരെങ്കിലും അടുപ്പിന്റെ മുകളിൽ ആരെങ്കിലും പാറ്റയെ കണ്ടുണ്ടോ? തീ കത്തുന്ന അടുപ്പിന്റെ മുകളിൽ പാറ്റ ഇരിക്കുമോ? അതുപോലെയാണ് നിന്റെ ലൈഫ് ദൈവത്തിന്റെ പർപ്പസിൽ ബേൺ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിൽ കത്തുമ്പോൾ നിന്നെ തൊടാൻ ഒരു ഡീമണിനും കഴിയത്തില്ല. നിന്റെ ഭവനത്തിന് അവൻ അടുക്കത്തില്ല. നീ എല്ലാ ദിവസവും ദുരാത്മാവിനെ പുറത്തായിക്കൊണ്ട് നിന്റെ ലൈഫിൽ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കേണ്ട. നീ അവന് വേണ്ടി കത്തുമ്പോൾ, പരിശുദ്ധമായ അഗ്നി നിന്നെ കത്തിക്കുമ്പോൾ നിന്റെ അടുത്ത് പിന്നെ വേറെ ഒന്നിനും വരാൻ പറ്റത്തില്ല. കാരണം ഇരുട്ടും വെളിച്ചവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. നീ എല്ലാ ദിവസവും ശാസിക്കണ്ട, എല്ലാ ദിവസവും രോഗത്തോട് പോകാൻ പറയണ്ട. യു ജസ്റ്റ് ബേൺ. പരിശുദ്ധാത്മാവിൽ നീ ബേൺ ചെയ്താൽ മതി, എല്ലാ ഇംപ്യൂരിറ്റീസും പോകും. ഹല്ലേലൂയ. സ്വർണം എങ്ങനെയാ ഏറ്റവും ബെസ്റ്റായി മാറുന്നത്? സ്വർണ്ണതങ്ങ് ഉരുക്കും, മാക്സിമം ഉരുക്കുമ്പോൾ അതിലുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം പുറത്തു പോകും. അത് തിളങ്ങുന്ന ഏറ്റവും ബെസ്റ്റായി മാറും. ഹല്ലേലൂയ. നാം ഓരോരുത്തരിലും ഉള്ള ഇംപ്യൂരിറ്റീസ് നമ്മൾ തന്നെ കളയാൻ തയ്യാറായ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണനിൽക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എനിക്കറിയാം കേൾക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ കേട്ടേ പറ്റൂ. ഇന്നത്തെ സമൂഹത്തിൽ ഇത് കേട്ടേ പറ്റൂ. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. വചനം പറയുന്നത്, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഇമിറ്റേറ്റ്. ഹല്ലേലൂയ. യേശു അങ്ങനെയാണ് ഈ ഭൂമി ജീവിച്ചത്. He just imitated his father. യേശു പറഞ്ഞു, ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ പിതാവ് എന്ത് ചെയ്യുന്നുവോ അത് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യും. Be the imitators of father. പിതാവ് ചെയ്യുന്നത് നോക്കി ചെയ്യാനാണ് നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. ആരെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്താനോ തള്ളിക്കളയാൻ എളുപ്പമാണ്. ഇത്തരത്തിലുള്ള ആരെങ്കിലും പ്രശ്നത്തിൽ പ്രയാസമായിരിക്കും അവരെ തള്ളിക്കളയാനും ഉപേക്ഷിക്കാനുള്ളതല്ല ഇത്. അവരെ എൻകറേജ് ചെയ്യാനും കൂടെ നിർത്താനും ബലപ്പെടുത്താനും പരിശുദ്ധാത്മാവിനെ അവരെ സഹായിക്കാനുമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും അങ്ങനെ തുടരുന്നെങ്കിൽ അവരെ തുടരാൻ അനുവദിക്കുകയും ചെയ്യരുത്. കാരണം അവരോട് നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുക, ദൈവത്തിന്റെ അഭിഷേകത്തിൽ അവരെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ സഹായിക്കുക. അതിനാണ് ദൈവം നമ്മെ കുറിച്ച് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും നല്ല മാനപാത്രങ്ങളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യു ആർ എ വെസൽ ഓഫ് ഓണർ. നിങ്ങളുടെ മാനപാത്രമായിരിക്കും. ഇഫ് യു പേർജ് യുവർ സെൽഫ്, പേർജ് ചെയ്യുക, നിങ്ങളെ തന്നെ പൂർണ്ണമായും എന്ത് പറയുക, മനോഹരമാക്കി മാറ്റി. പേർജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മുന്തിരിച്ചെടികളൊക്കെ കായ്ക്കാൻ സമയമാകുമ്പോൾ അതിനെ പേർജ് ചെയ്യും. ഉണങ്ങിയ കൊമ്പുകൾ, ചില്ലകളൊക്കെ വെട്ടിക്കളയും. എന്തെന്നറിയാവോ? പുതിയ ചില്ലകൾ വരാൻ വേണ്ടി, ഒത്തിരി കായ്ക്കാൻ വേണ്ടി. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ, എന്ന് വെച്ചാൽ നമ്മളെ വെട്ടിക്കളയുന്നല്ല. നാം ഓരോരോ കൊമ്പുകളാണ്. നമ്മളിൽ കായ്ക്കാത്ത ചിലതുണ്ട്, വേണ്ടാത്ത ചിലതുണ്ട്. അതിനെ വെട്ടിക്കളയുന്നത് വേറെ അധികം ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മളിൽ ചില കായ്ക്കാത്ത കൊമ്പുകളുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിൽ കയറി കൂടിയ ഒരുപാട് ചിന്തകളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. ഇതിനെയൊക്കെ വെട്ടിക്കളയുമ്പോഴേ അധികമായി നമ്മൾ ഫലം കായ്ക്കുന്നവരായി മാറത്തുള്ളൂ. വചനം പറയാം, അടുത്ത പറയാണ്, നിങ്ങൾ കേട്ട വചന നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കും. ദൈവത്തിന്റെ വചനം നമ്മളെ പേർജ് ചെയ്യും, നമ്മളെ പ്രൂൺ ചെയ്യും, അധികം ഫലം കായ്ക്കാനായിട്ട് നമ്മളെ പണിയും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി അധികം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു വശത്ത് ശത്രുവിന് കൈ കൊടുത്തുകൊണ്ട് മറുവശത്ത് ദൈവരാജ്യം പിടിക്കാൻ പറ്റത്തില്ല, നടക്കത്തില്ല. ഏതെങ്കിലും ഒന്നേ ഉള്ളൂ, ഇടയ്ക്കില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞല്ലോ, ഒന്നുകിൽ നീ ഉഷ്ണവാനായിരിക്കുക, അല്ലെങ്കിൽ നീ ശീതവാനായിരിക്കുക. ശീതോഷ്ണം എന്നൊരു പരിപാടി ദൈവരാജ്യത്തിലില്ല. ഏതെങ്കിലും ഒന്നായിരിക്കും. നീ ഒന്നിൽ സാത്താനോടെ, അല്ലെങ്കിൽ കർത്താവിനോടെ. സാത്താനോടെ ഒരു കൈയും കൊടുത്തിട്ട് ഇപ്പോൾ തന്നിട്ട് കർത്താവിനോട് പോ സാത്താൻ എന്ന് പറഞ്ഞാൽ, എടാ മച്ചമ്പി, നമ്മൾ ഇന്നലെ ഒരുമിച്ചിരുന്നല്ലേ, ഞാൻ എങ്ങനെ പോണേ എന്ന് സാത്താൻ ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പവർലെസ് ആയി പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവരാൻ ആർക്കും കഴിയുകയില്ല. അത് നിന്റെ ലൈഫിൽ നിന്നെ അലട്ടുകൾ. മനോഹരമായൊരു വചനമുണ്ട് ഉത്തമഗീതത്തിൽ. ഒന്നെടുത്ത് ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ വായിക്കുകയാണ്, അതിന്റെ ഒരു വാക്ക് മാത്രം വായിക്കുകയാണ്.
The little foxes are ruining the vineyards. കൊച്ചു കുറുക്കന്മാർ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കുന്നു. നിങ്ങളത് ഒരാളത് വായിച്ച് മലയാളം വർഷം വായിച്ചതെന്ന് ഉത്തമഗീതം 2:15 വായിച്ച്. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരി വള്ളിയെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ പിടിച്ചു തരുവിൻ. അവിടെ നമുക്കറിയാം ഉത്തമഗീതം എന്ന് പറയുന്നത് ഒരു പ്രണയഗീതമാണ്. യേശുവുമായുള്ള പ്രണയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആ പ്രണയത്തിന് തടസ്സമായി നിൽക്കുന്ന ചെറു കുറുക്കന്മാരെ പിടിച്ച് തരുവിൻ എന്നാണ് ആ വചനം. ഓക്കെ, അതിന് ഇംഗ്ലീഷ് വെർഷൻ ഇങ്ങനെയാണ്: ദ ലിറ്റിൽ ഫോക്സസ് ആർ റൂയിനിങ് ദ വൈൻയാർഡ്സ്. വലിയ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങളെ നശിപ്പിക്കുന്നത് കൊച്ചു കുറുക്കന്മാരാണ്. അതായത് ആ കൊച്ചു കുറുക്കന്മാർ വളരെ ചെറുതായിരിക്കാം കാഴ്ചയിൽ, പക്ഷെ അവ വരുത്തുന്ന ഡാമേജ് വളരെ വലുതാണ്. നമ്മുടെ ലൈഫിലും ചില കൊച്ചു കുറുക്കന്മാരുണ്ട് ഇതുപോലെ. നമ്മൾ പോലും തിരിച്ചറിയാത്തതായിക്കോട്ടെ, തിരിച്ചറിയുന്നതായിക്കോട്ടെ, പലപ്പോഴും നമ്മുടെ ലൈഫിൽ വലിയ ഡാമേജ് വരുത്തുന്നത് നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത പാപങ്ങളായിരിക്കും. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിനെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരുണ്ടാകും. ചിലപ്പോൾ അഹങ്കാരമായിരിക്കാം, ചിലപ്പോൾ അത് അസൂയയായിരിക്കാം, ചിലപ്പോൾ ലസ്റ്റ്ഫുൾ തോട്ട്സ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള ചെറു കുറുക്കന്മാര് ചിലപ്പോൾ ആണെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ മോശമായുള്ള ചിന്തയായിരിക്കാം. എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള കാര്യമായിരിക്കാം. ചിലപ്പോൾ അത് കുറ്റബോധങ്ങളായിരിക്കാം. കുറ്റബോധം, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ വളരെ മോശമാണെന്നുള്ള ചിന്തയാവാം. ഇതെല്ലാം ചെറു കുറുക്കന്മാരാണ്. പരിശുദ്ധാത്മാവോട് ചോദിക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങുമായുള്ള പ്രണയബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന, അങ്ങുമായുള്ള ഈ ലൈഫിന് ആ മുന്തിരത്തോടുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചെറു കുറുക്കന്മാരൊന്ന് കാണിച്ചു തരണം. അതിനെല്ലാം കൊല്ലാൻ എന്നെ സഹായിക്കണം. പരിശുദ്ധമോട് സംസാരിക്കണം, കർത്താവേ, നീ എനിക്കത് കാണിച്ചു തരണം. ഹല്ലേലൂയ. ഈ ചെറു കുറുക്കന്മാരെ കണ്ടെത്താൻ, മനസ്സിലാക്കാൻ എനിക്ക് വലുതിനെയൊക്കെ പിടിക്കാൻ എളുപ്പമാണ്. വലിയ ആനക്കുട്ടിയൊക്കെയാണെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ ചിലർക്ക് പെട്ടെന്ന് പാപം എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ക്യാരക്ടറിനെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ തടസ്സമാകുന്ന എല്ലാ ചെറു കുറുക്കന്മാരെയും നമ്മൾ കൊല്ലേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. സഹസ്വാങ്ങി ഒരു വാക്യമുണ്ട്: ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലത്തെ മുഴുവൻ കേടാക്കി. ഒരു ഈച്ച മതി മുഴുവൻ തൈലവും കേടാവാൻ. നമ്മുടെ ലൈഫിലെ ചില ചെറിയ കാര്യങ്ങൾ മതി നമ്മുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യാൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചെറു കാര്യങ്ങളെ കാട്ടിത്തരാനായിട്ട് പരിശുദ്ധാത്മാവോട് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉസിയ രാജാവ് ആ മരിച്ച നാളിൽ യെശയ്യാവ് ഒരു ദർശനം കാണുകയാണ്. അതുവരെയും വെറും ഒരു ആമോസിന്റെ മകനായിരുന്ന ഒരു പ്രവാചകൻ എന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന, പല രാജാക്കന്മാരുടെ കീഴിൽ പ്രവർത്തിച്ചെങ്കിലും, പല രാജാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും, ഒത്തിരി പേരോട് പ്രവചനം സംസാരിച്ചെങ്കിലും ഒരു എഫക്റ്റും ഉണ്ടായിരുന്നില്ലെങ്കിലും, ആ ഒറ്റ എൻകൗണ്ടർ ദൈവമായിട്ടുണ്ടായപ്പോൾ ദൈവത്തിന് സറണ്ടർ ചെയ്തു. ദൈവമേ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്ന് എന്നെ നീ തിരഞ്ഞെടുക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന് മുന്നിൽ സറണ്ടർ ചെയ്തപ്പോൾ ദൈവം അവനെ ശുദ്ധീകരിച്ച് തനിക്ക് പറ്റിയ ഒരു വെസലാക്കി മാറ്റിയപ്പോൾ, ഒരു ഓണറബിൾ വെസലാക്കി മാറ്റിയപ്പോൾ, പിന്നീട് നമുക്കറിയാം യെശയ്യാവിലൂടെ വന്ന പ്രവചനങ്ങൾ എത്രയാണ്. മശിഹായെ കുറിച്ചുള്ള പ്രവചനങ്ങൾ തന്നെ എത്രമാണ്. എല്ലാം ആക്യുറേറ്റ് ആയിരുന്നു. എല്ലാം അതുപോലെ സംഭവിച്ചു. യെശയ്യാവ് വളരെ ബ്ലെസ്ഡായ ദൈവത്തിന്റെ പർപ്പസിൽ നടക്കാൻ തുടങ്ങി. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെ ചിലപ്പോൾ ചെയ്തൊക്കെയും ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കാം. പക്ഷെ ദൈവമുള്ള ജെന്യുവിൻ എൻകൗണ്ടർ ഒരെണ്ണം സംഭവിക്കുമ്പോൾ പിന്നെ നമ്മുടെ ലൈഫെല്ലാം കൃത്യമായി അലൈൻ ചെയ്യുന്ന കാണാൻ പറ്റും. പടിപടിയായി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിലെല്ലാം വന്നു ചേരുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അതിന് തടസ്സമായി നിൽക്കുന്നതൊക്കെ പേർജ് ചെയ്യുക, അതിലേക്ക് മാറ്റാനായി നമ്മൾ തയ്യാറാകുക. ഇതെങ്ങനെ സംഭവിക്കും? 1-2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ വലിയ ആഗ്രഹം ഉണ്ടാകുക, ഡിസയർ ചെയ്യുക. നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാകുക ദൈവവുമായി ചേർന്ന് നടക്കാൻ, ദൈവത്തിന്റെ ഒരു വെസലാകാൻ. മാസ്റ്റർ, എൻ്റെ യജമാനെ പ്രസാദിപ്പിക്കുന്ന നല്ലൊരു പാത്രമാകണമെന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക. അതേ യെശയ്യാവ് തന്നെ ആ 26-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നുണ്ട്: എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എന്തൊക്കെ ആഗ്രഹിക്കാം അല്ലേ? കാർ ആഗ്രഹിക്കാം, വീട് ആഗ്രഹിക്കാം, നല്ല നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കാം. അതൊന്നും തെറ്റല്ല. പക്ഷേ അതിനേക്കാൾ അപ്പുറമായി അവനെ ആഗ്രഹിച്ചാൽ, ദ മോർ യു ഡിസയർ ഗോഡ്, ദൈവത്തിനെ ആഗ്രഹിക്കുമ്പോൾ ബാക്കിയെല്ലാം നിന്റെ ലൈഫിൽ വന്നു ചേരും. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാവ് പറയാണ്, എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എൻ്റെ ഉള്ളിൽ, എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. ഇതാണ് കീ. അവനെ കണ്ടെത്താൻ, അവനുമായി എൻകൗണ്ടർ ചെയ്യാൻ ഒറ്റ വഴി: ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നത്?
അയാളായിരിക്കുന്ന വഴി അന്വേഷിക്കുക, ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. അന്വേഷിച്ചാൽ ഉറപ്പായി നീ കണ്ടെത്തുകയും ചെയ്യും. അവനെ ആഗ്രഹിക്കുക. വചനം പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെയും തരും. എല്ലാ ആഗ്രഹവും തരാൻ ദൈവം റെഡിയാണ്. അതോടൊപ്പം അധികമായി അവനെ ആഗ്രഹിച്ചാൽ എല്ലാം നിന്റെ മേൽ വന്നു ചേരും. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ തന്നെ ദൈവത്തിന് അവൈലബിൾ ആക്കുക. ഒരു വെസൽ എന്ന് പറയുമ്പോൾ എപ്പോഴെടുത്ത് ഉപയോഗിക്കാൻ കൈവട്ടത്തുണ്ടാകുക. ഏതൊരാവശ്യത്തിനും ആ മാസ്റ്ററിന്റെ അടുത്തുണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ബി അവൈലബിൾ. ഭയങ്കര ബിസിയാണ് നമ്മളെപ്പോഴും. എല്ലാം ചിന്തിച്ച് നാളെ എന്ത്, മറ്റന്നാൾ എന്ത്, അടുത്ത വർഷം എന്ത്, 10 വർഷം കഴിഞ്ഞെന്ത്, നമ്മളിങ്ങനെ ഭയങ്കര ബിസിയാണ്. ബി അവൈലബിൾ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എന്തു ചെയ്യാം, ഇതാണ് നമ്മുടെ പ്ലാൻ. മോശമൊന്നുമല്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ യേശു പോയപ്പോൾ മാർത്ത അവിടെ ഭയങ്കര വർക്കാ. സമോസ ഉണ്ടാക്കണോ, ഇഡ്ഡലി ഉണ്ടാക്കണോ, യേശു എന്താണ് ഇഷ്ടം എന്നൊരു പിടിയില്ല. ഭയങ്കര ഓട്ടോ, പാത്രമൊക്കെ എടുത്തെറിയുകയാണ്. അടുക്കളയിൽ പോയി ഭയങ്കര ജോലിയാ. കുറെ നേരം ജോലി ചെയ്ത് നോക്കിയപ്പോണ്ട് ഒരു ഭാരം. എന്താണെന്നറിയോ? കൂടെ ഉള്ള മറിയ അവിടെ യേശുവിൻ്റെ അടുത്ത് ചുമ്മാ ഇരിക്കുക. ഞാനാണെങ്കിൽ കർത്താവിനോട് രാവും പോലും അധ്വാനിക്കുക, കർത്താവിൻ്റെ വയലിൽ വേല ചെയ്യുകയാണ്. പക്ഷെ കർത്താവിനോട് വന്ന് പറഞ്ഞു: കർത്താവേ, ഞാൻ കിടന്ന് അധ്വാനിക്കുന്നത് കാണുന്നില്ലേ? രാവിലെ മുതൽ ഞാൻ അവിടെ അടുക്കള എന്തൊക്കെ ഉണ്ടാക്കുന്ന അറിയാമോ? കർത്താവിന് ഞാൻ ചോദിച്ചോ? ഞാൻ നിന്നോട് ചോദിച്ചോ? ഞാൻ ചോദിക്കാത്ത സാൻഡ്വിച്ചും ഞാൻ ചോദിക്കാത്ത സമൂസയും എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ദൈവം നമ്മോട് ചോദിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ ദൈവം നമ്മോട് പറയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തളരുകയാണ്. അപ്പൊ യേശു പറയാണ്: ഒന്ന് മാത്രമേ വേണ്ടൂ, എൻ്റെ അടുത്തിരിക്കുക, എന്നെ കേൾക്കുക. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു, എന്നിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന്റെ വായിൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. അത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അവന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാ, പക്ഷെ അതിനു മുന്നേ അവനിൽ നിന്ന് കേൾക്കണം. വെസൽ അവന് ഏറ്റവും അവൈലബിൾ ആയിരിക്കുന്ന ഒരു വെസലായിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഴയ നിയമത്തിൽ പലരും വീണുപോയി, ശരിയായിരിക്കാം. പക്ഷെ പുതിയ നിയമത്തിൽ നിനക്ക് വീഴാൻ ചോയ്സ് ഇല്ല, ഓപ്ഷൻ ഇല്ല. കാരണം പരിശുദ്ധാത്മാവ്, ഞാൻ പറയുന്നു, കൊരിന്ത്യൻസിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. വാക്കുകൊണ്ടോ എല്ലാം മഹത്വപ്പെടുത്താൻ എളുപ്പമാണ്, ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. അതാകുന്നു യഥാർത്ഥ ആരാധന. എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം ഇതിനകത്താണ് അവൻ വസിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാവിൽ മനോഹരമായ വചനമുണ്ട്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിന് 20 മുതലുള്ള വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ആരാ ഉപദേഷ്ടാവ്? നമ്മെ ഉപദേശിക്കുന്നവൻ, നമ്മെ ലീഡ് ചെയ്യുന്നവൻ. അവനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. കർത്താവേ, എന്ത് ചെയ്യുന്ന എനിക്കൊരു പിടിയില്ല, എന്താ തീരുമാനിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. വചനം പറയുന്നു, ടെൻഷൻ വേണ്ട, ആകുലത വേണ്ട, നടക്കുക, മുന്നോട്ട് പോവുക, നിൽക്കണ്ട, ഇരിക്കണ്ട, നടക്കുക. വഴി ഇതാണെന്നുള്ള, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയണമെന്ന് പരിശുദ്ധാത്മാവ് അതിനോട് സംസാരിക്കും. അടുത്ത 2 വചനം ഒന്ന് വായിച്ചേ. വെള്ളി പൊതിഞ്ഞിരിക്കുന്നയും സ്വർണം പൊതിഞ്ഞിരിക്കുന്നയും ബിംബങ്ങളെ നിങ്ങൾ അശുദ്ധമാക്കും, അവയെ മലിനമായ ഒരു വസ്തു എന്ന പോലെ നിങ്ങൾ എറിഞ്ഞു കളയും, പൊയ്ക്കോ എന്ന് നിങ്ങൾ പറയുകയും ചെയ്യും. ഇതിനെല്ലാത്തിനും റീസൺ എന്താണെന്നറിയാവോ? ഇതൊക്കെ ഇത്രയും അനുഗ്രഹമുള്ള കാരണം അറിയാവോ? തൊട്ട് മുന്നിലാണ്. നീ അവന്റെ വാക്കിന് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞാൽ, അവന്റെ ഇഷ്ടം നടക്കാൻ തുടങ്ങിയാൽ, അതുവരെ നീ ഭയങ്കരമായി വെച്ചിരുന്ന പലതിനെയും നീ മ്ലേച്ഛമെന്ന് പറഞ്ഞ് എടുത്ത് എറിയാൻ തുടങ്ങും. കേട്ടില്ല? ഒരു ആമേനും കേട്ടില്ല. നമ്മൾ ഇതുവരെ നല്ലതുപോലെ നടക്കുന്ന സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമാണ്, ഈ ലോകത്തിലെ ഭയങ്കരമായ ചിലതെന്നൊക്കെ പറഞ്ഞ്, വിഗ്രഹം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ക്ഷേത്രങ്ങൾ കാണുന്നതല്ല വിഗ്രഹം. അത് വിഗ്രഹമാണ്. അത് മാത്രമല്ല വിഗ്രഹം. ദൈവത്തെക്കാൾ വലുതായി നിന്റെ ജീവിതത്തിൽ, നീ ദൈവത്തിന്റെ ശബ്ദത്തിനേക്കാൾ വലുതായി നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നീ വച്ചിരിക്കുന്നു അതെല്ലാം വിഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ.
ദൈവ ശബ്ദത്തെക്കാളും വലുതായി. ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം പറയാൻ ഇന്ന ചെയ്യാൻ പറയുമ്പോൾ നീ അതിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു വിഗ്രഹമാണ്. കാരണം ദൈവശബ്ദക്കാർ നീ അതിനെയാണ് വലുതായി കാണുന്നത്. ഉദാഹരണം ദൈവം പറയും മോനെ ഇന്ന ഒന്നും കാണണ്ട, അപ്പൊ നീ അതൊക്കെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വിഗ്രഹമാവുകയാണ്. കാരണം ദൈവത്തെക്കാൾ വലുതായി നീ അതിനെ വില കൊടുത്തു. ഇവിടെ പറയുകയാണ്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, നീ ദൈവശബ്ദം അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ, അതുവരെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വിലപിടിപ്പുള്ള നീ കണ്ടതിനൊക്കെ നീ മ്ലേച്ഛമെന്ന് എണ്ണി എന്ത് ചെയ്യും? വെക്കോ എന്ന് പറയും. വെക്കോ ഇനി വേണ്ടെന്ന് നീ പറയും. ഹല്ലേലൂയ. തിരിച്ചാണ് പലരും ചിന്തിക്കുന്നത്, ഇതെല്ലാം പൊക്കോ എന്ന് പറയുമ്പോൾ ദൈവശബ്ദം കേൾക്കാൻ പറ്റുമെന്നാണ്. അല്ല, സ്റ്റിൽ നീ പാപത്തിൽ ഇരിക്കുമ്പോൾ, ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ, നീ വേണ്ടാത്തതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. ഹാബേലിനെ കൊന്ന കയ്യൻ പോലും ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്നു. നിനക്ക് ദൈവശബ്ദം അധികമായി കേൾക്കാനായി കഴിയും. ദൈവശബ്ദം കേൾക്കുമ്പോൾ നീ അതിന് റെസ്പോണ്ട് ചെയ്യണം. വചനം പറയുന്ന റോമർ 8:16 ദൈവാത്മാവ് നടത്തുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. അവരാണ് ദൈവത്തിന്റെ മെച്വേർഡ് സൺസ്. പാപം ചെയ്യുന്നത് ആരാണ്? കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതുന്നത്, യോഹന്നാൻ ലേഖനത്തിൽ പറയാം, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനിത് എഴുതുന്നു. എന്ന് വെച്ചാൽ പാപം ചെയ്യുന്നവരൊക്കെ കുഞ്ഞുങ്ങളാണ്, ശിശുക്കളാണ്. ശിശുക്കൾക്ക് ദൈവരാജ്യത്തിലെ ഇൻഹെറിറ്റൻസ് ഇല്ല, അവകാശമില്ല. ഇറ്റ്സ് എ മിസ്റ്ററി. അതൊരു വലിയ രഹസ്യമാണ്. കുഞ്ഞുങ്ങളായിരിക്കാം, നീ രക്ഷിക്കപ്പെട്ടവനാണ്, ദൈവരാജ്യത്തിൽ പങ്കുള്ളവനാണ്, എല്ലാം ശരി തന്നെയാണ്, അതൊന്നും നഷ്ടമായിട്ടില്ല. പരിശുദ്ധാത്മാവ് നീ സീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ശരിയാണ്. പക്ഷേ നിന്റെ ഇൻഹെറിറ്റൻസ്, മക്കളെങ്കിലോ സകലത്തിന് അവകാശം പറയണമെങ്കിൽ നീ മെച്വേർഡ് സൺ ആയിരിക്കണം. മെച്വേർഡ് സൺ എന്ന് പറയുന്നത് വീണ്ടും പാപത്തിൽ കിടന്ന് ഇഴയുന്നവനല്ല. കുഞ്ഞുങ്ങളാണ് പാപം ചെയ്യുന്നത്, തിരിച്ചറിവ് വരാത്തവനാണ് പാപം ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധം നടത്തുന്നവൻ താഴെ പറയുകയാണ്, അവൻ ഇതുവരെ അവൻ വെച്ചിരുന്ന വിഗ്രഹങ്ങളെ മ്ലേച്ഛമെന്ന് പറഞ്ഞെടുത്തെറിയും. പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെയല്ലേ മോനെ വാക്ക് വായിച്ചത്? ഒന്ന് വായിക്കാമോ ആ വചനം? ഇന്നെങ്ങനെയാണ്? പൊയ്ക്കോ എന്ന് പറയും. ചിലതൊക്കെ ഇന്ന് രാത്രി പൊയ്ക്കോ എന്ന് പറയണം. എൻ്റെ ലൈഫ് ഇനി വേണ്ട, ഇതുവരെ നീ എന്നെ പലതും ഞാൻ നടത്തി, ഇതുവരെ ലൈഫിൽ നീ പിടിച്ചിരുന്നു, ഇന്ന് രാത്രി നീ പൊയ്ക്കോ. ഞാൻ ദൈവശബ്ദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എത്രയോ പറയും, ഞാൻ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിൽ നടക്കാൻ പോവാ. ഞാൻ നടക്കുമ്പോൾ എന്നോട് വലത്തോട്ട് പോകാൻ പറഞ്ഞാൽ വലത്തോട്ട് പോകും, ഇടത്തോട്ട് പോകാൻ പറഞ്ഞാൽ ഇടത്തോട്ട് പോകും. കൂരിൽ താഴ്വരി കൂടെ നടന്നാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. കാരണം ഞാൻ ദൈവശബ്ദം കേട്ടാ നടക്കുന്ന ആ കൂരിലും എനിക്ക് വെളിച്ചമായി മാറും. നേരത്തെ പ്രിയ അജി പറഞ്ഞ പോലെ ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അവൻ ചെറിയ ഡിം ലൈറ്റ് ആയിരിക്കും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മലമേലിരുന്ന പട്ടണം പോലും മറഞ്ഞിരിക്കാൻ പാടില്ലാത്ത വെളിച്ചമായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രാക്ടിക്കലുള്ള ഒരു 3 കീ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ ലൈഫിൽ നടക്കാൻ പറ്റുക? നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യം. ഞാൻ എൻ്റെ മെസ്സേജ് വിഷയം വായിക്കുകയാണ്. സോ ലെറ്റ് ഗോഡ് വർക്ക് ഹിസ് വിൽ ഇൻ യു. ദൈവം തൻ്റെ ഇഷ്ടം നിങ്ങളിൽ ചെയ്യട്ടെ. ഒന്നാമത്തെ കാര്യം, ദൈവം തൻ്റെ ഇഷ്ടം നമ്മളിൽ ചെയ്യട്ടെ. Yell a loud no to the devil and watch him make himself scarce. എൻ്റെ അർത്ഥമാണ്, യെൽ എന്ന വാക്ക് ഉപയോഗിച്ച് YELL എന്ന് വെച്ചാൽ അലറുക, ഉറക്കെ പറയുക. എന്ത് പറയണം? നോ. ആരോട് പറയണം? സാത്താനോട് പറയണം. യെൽ എ ലൗഡ് നോ ടു ദ ഡെവിൾ. ശത്രു നിന്നെ പലതും ഒന്ന് പ്രേരിപ്പിക്കുമ്പോൾ അവനോട് എന്ത് പറയണം? നോ. ഉറക്കെ പറയണം, അവനോട് നോ എന്ന് പറയണം. ഹല്ലേലൂയ. എന്നിട്ട് പറയണം വാച്ച് ഹിം, അവനെ നോക്കിക്കോളണം. വാച്ച് ഹിം സ്കേഴ്സ്. സ്കേഴ്സിറ്റി എന്ന് അറിയാമോ? സ്കേഴ്സിറ്റി ദാരിദ്ര്യം. അവൻ ദാരിദ്ര്യപ്പെട്ടു പോകുന്നത് കാണണം. എന്ന് വെച്ചാൽ എങ്ങനെ ശത്രുവിനെ ദാരിദ്ര്യപ്പെടുത്താന്ന് ചോദിച്ചാൽ, അവന് നിങ്ങളുടെ മേൽ ഒരു ക്ലെയിമും ഇല്ലെങ്കിൽ അവൻ ദാരിദ്ര്യനാണ്. യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവനിൽ എൻ്റെ മേൽ ഒന്നും ഇല്ല. അവൻ എൻ്റെ മേൽ ക്ലെയിം ചെയ്യാൻ ഒന്നുമില്ല. ശത്രുവിനെ യഥാർത്ഥമായി സ്കേഴ്സ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അത് യേശുവാണ്. ധൈര്യത്തോടെ പറഞ്ഞു, അവൻ എൻ്റെ മേൽ ഒരു ക്ലെയിമും ഇല്ല. നിങ്ങൾ ശത്രുവിനോട് നോ പറയുമ്പോൾ നിങ്ങൾ അവനെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോവുക, വിശക്കുന്ന അവസ്ഥയെ കൊണ്ടുപോവുക. ഒരാൾ വിശന്ന് എന്ത് ചെയ്യും? ഒന്നുകിൽ ചാവും, അല്ലെങ്കിൽ ഓടും. ദാറ്റ്സ് ഓൾ. അവനെ നീ ഫീഡ് ചെയ്യാൻ ഒന്നും കൊടുക്കരുത്. ഹല്ലേലൂയ. ഓരോ നിമിഷം ശത്രു നിന്നോട് പറയുമ്പോഴും ചിലതൊക്കെ നിന്നെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ പറയണം നോ. അതെങ്ങനെ പറയണം?
നോ അല്ല, ലൗഡ് നോ. അത് ഉറക്കെ ആയിരിക്കണം, ശക്തമായി പറയണം, അവനത് മനസ്സിലാവണം. ഇത് ഞാൻ നോ എന്ന് പറഞ്ഞ നോ തന്നെയാണ്. ലൗഡ് നോ. അടുത്ത വാക്യം പറയാണ് സേ. രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് അലറി പറയണം, ഒന്ന് പതുക്കെ പറയണം. അലറി പറയണ നോ. അടുത്ത് പറയാണ് സേ എ ക്വൈറ്റ് യെസ് ടു ദ ലോർഡ്. ദൈവത്തോട് ഒരു പതുക്കെ ഒരു യെസ് പറയണം. ഹല്ലേലൂയ. ശത്രുവിനോട് നോ പറയണം, ഉറക്കെ പറയണം. എന്നിട്ട് അപ്പൊ നോക്കിയിട്ട് യെസ്. വാ. അപ്പം പറയും യെസ്, ഐ ആം പ്രൗഡ് ഓഫ് യു മോനെ. വാ. കാരണം എന്താണ്? നീ എൻ്റെ കൂടെയാണ്. ശത്രുവിനോട് നീ ഓരോ പ്രാവശ്യം നോ പറയുമ്പോഴും നീ കർത്താവിനോട് യെസ് പറയുകയാണ്. ശത്രുവിനോട് നിന്റെ ഓരോ നോയും കർത്താവിനോടുള്ള ഒരു യെസ് ആണ്. കഥ പറയാണ് യെസ് പറയാൻ ലൗഡായിട്ട് പറയേണ്ട, പതുക്കെ പറഞ്ഞാൽ. അടുത്ത് പറയാണ് ഹി വിൽ ബി ദെയർ ഇൻ നോ ടൈം. ആദ്യം പറഞ്ഞു ശത്രുവിനോട് നോ പറയുമ്പം ശത്രു എന്ത് ചെയ്യും? നിന്നെ വിട്ട് ഓടും. അടുത്ത് പറയാണ് ദൈവത്തോട് യെസ് പറയുമ്പോൾ അവൻ ആ സെക്കൻഡിൽ നിന്റെ കൂടെ ഉണ്ടാവും. ഹി വിൽ ബി ദെയർ ഇൻ നോ ടൈം. നോ ടൈം വെച്ചാൽ സമയം പോലും എടുക്കൂല. നീ പറയണതും അവിടെ ഉണ്ട്, അവൻ നിന്റെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. അടുത്ത വാക്ക് ക്വിറ്റ്സ് ഡാബ്ലിംഗ് ഇൻ സിൻ. പാപത്തിൽ കിടന്ന് കൈകാലടിക്കുന്നത്. ഈ ചെളിവെള്ളത്തിട്ട് കലക്കുന്നതിനാണ് ഡാബ്ലിംഗ് എന്ന് പറയുക. നമ്മൾ കൈ ഇട്ടിട്ട് ചെളിവെള്ളം കൊച്ചുവെള്ളം കലക്കൂല, ഇങ്ങനെ കലക്കി കൊളാക്കും. അങ്ങനെ പാപത്തിൽ കിടന്ന് ചെറു തുടങ്ങി കലങ്ങി അവസാനം പടി ചെളിക്കകത്താവുന്ന അവസ്ഥയാണ് ഡാബ്ലിംഗ്. അതിനെ വിടുക, ക്വിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ സ്റ്റെപ്സാ പറയുന്നത്. ഞാൻ വചനം വായിക്കുകയാണ്. അങ്ങനെ പ്യൂരിഫൈ യുവർ ഇന്നർ ലൈഫ്. നിന്റെ അകത്തെ മനുഷ്യൻ, ആരും കാണാത്ത നിന്റെ ചിന്തകൾ, ആരും കാണാത്ത നിന്റെ അകത്തെ മനുഷ്യനെ പ്യൂരിഫൈ ചെയ്യുക. ക്വിറ്റ് പ്ലേയിങ് ദ ഫീൽഡ്. വെറുതെ കിടന്ന് കളിക്കുന്നത് വിടുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലർ പാപം ചെയ്തിട്ട് തമാശ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ തമാശക്ക് ചെയ്തതാണ്, കളി പറഞ്ഞതെന്ന് പറയും, കളിക്ക് ചെയ്തതാണ്, നേരം പോക്കും ചെയ്തതാണ്. ആ പരിപാടി നിർത്തുക, ക്വിറ്റ് ചെയ്യുക. കളിയില്ല ഇതിനകത്ത്. പാപവുമായി നിനക്കൊരു കളിയില്ല. സീരിയസ് ആകുക. അടുത്തെഴുതിക്കുകയാണ് ഹിറ്റ് ബോട്ടം ആൻഡ് ക്രൈ യുവർ ഐസ് ഔട്ട്. നിന്റെ കണ്ണ് പുറത്തു വരും തരത്തിൽ നീ ദൈവത്തോട് നിലവിളിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ നീ സർവ്വശക്തിയും ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ അതിനോട് നോ പറയുക. ദ ഫൺ ആൻഡ് ഗെയിംസ് ആർ ഓവർ. ഗെറ്റ് സീരിയസ്, റിയലി സീരിയസ്. എന്ന് വെച്ചാൽ കളി തമാശയുടെ സമയം കഴിഞ്ഞു. ദൈവത്തിന്റെ മുന്നിൽ വെരി സീരിയസ് ആവുക, വളരെ സീരിയസ് ആവുക. ഹല്ലേലൂയ. അടുത്ത നാളിന് കരം കൊടുത്ത് പറ സീരിയസ് ആവുക, സീരിയസ് ആവുക. ഗെറ്റ് സീരിയസ്. ഞാൻ വചനം വായിക്കുകയാണ്. ഗെറ്റ് സീരിയസ്, റിയലി സീരിയസ്. ഹല്ലേലൂയ. ഗ്രീക്ക് വേർഷന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് ബി സീരിയസ്, വെരി സീരിയസ്. ഗെറ്റ് യു ഓൺ യുവർ നീസ് ബിഫോർ ദ മാസ്റ്റർ. ഇറ്റ് ഈസ് ദ ഓൺലി വേ യു വിൽ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഫീറ്റ്. അതായത് നിന്റെ യജമാന്റെ മുന്നിൽ നിന്റെ മുട്ടുകളെ മടക്കുക. ഇതാണ് നിന്റെ കാലിൽ നിൽക്കാനുള്ള ഒരേ ഒരു വഴി. സ്വന്തം കാലിൽ നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അവന്റെ മുന്നിൽ നീ മുട്ട് മടക്കുക, അവന്റെ മുന്നിൽ ഹംബിൾ ചെയ്യുക. ഞാൻ പറയാം, അവന്റെ മുന്നിൽ കീഴടങ്ങുക. നിന്നെ വിട്ട് സകലതും വിട്ടുപോകും. നീ അവന്റെ മുന്നിൽ ഒബേ ചെയ്യുമ്പോൾ, സബ്മിറ്റ് ചെയ്യുമ്പോൾ, അവനെ ഓണർ ചെയ്യുമ്പോൾ, അവിടെ നീ ഹ്യൂമിലിറ്റി കാണിക്കുമ്പോൾ നിനക്ക് ധൈര്യത്തോടെ ഈ ലോകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. നിനക്ക് ഈ ലോകത്തിൽ ദൈവത്തെ റെപ്രസെന്റ് സ്ട്രെങ്ത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അവന്റെ മുന്നിൽ നീ സബ്മിറ്റ് ചെയ്യുമ്പോൾ, സബ്മിറ്റ് ലോർഡ്, ദൈവത്തിന് മുന്നിൽ നീ കീഴടങ്ങുമ്പോൾ നിനക്ക് ലോകത്തിന് മുന്നിൽ ജയാളിയായി നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞ 4 സ്റ്റെപ്പ് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്നാമത്തത്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുക. വചനമാണ് ലെറ്റ് ഗോഡ് ബി വർക്ക് ഇൻ യു. നിന്നിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കുക. അതാണ് കോൺസെക്രേഷൻ. നമ്മൾ നമ്മെ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ. കോൺസെക്രേറ്റ് ചെയ്യാന്ന് പറയത്തില്ലേ? അതായത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക. ചിലർ പറയും വിഗ്രഹത്തെ നേദിക്കുക, ഡെഡിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അതുപോലെ നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക. രണ്ടാമത്തത് യെൽ അറ്റ് ഡബിൾ. ശത്രുവിനോട് വാ തുറന്ന് പറയുക, നോ പറയുക, പറയേണ്ടത് പറയുക, അവിടെ നിർത്തുക. ചിലതൊക്കെ അവരായിരിക്കും, അയ്യോ അവരെന്ത് വിചാരിക്കും പറഞ്ഞില്ലെങ്കിൽ, അത് ചെയ്തില്ലെങ്കിൽ. അങ്ങനെ ചെയ്യാനുള്ള നല്ല പാപം. നിന്നെ തെറ്റിലേക്ക് ആരെങ്കിലും വിളിക്കുമ്പോൾ നോ പറയുക. അതാരായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, സഹോദരി, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, അത് സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ എക്സ്ക്യൂസ് 100,000 ഉണ്ടെങ്കിലും പറയുക, എൻ്റെ കർത്താവിനോടാണ് ഈ കണക്കുള്ളത്. നോ. ശത്രുവിനോട് നോ പറയുക. ഞാൻ ഇങ്ങനെ കാണുകയാണ്, നിങ്ങൾ ഓരോ പ്രാവശ്യം ശത്രുവിനോട് നോ പറയുമ്പോഴും സ്വർഗ്ഗത്തിൽ ദൈവത്തോട് നോക്കി നിങ്ങൾ എസ് പറയുകയാണ്. ഒന്നിനെ നിങ്ങൾ വിട്ടുകളയാതെ മറ്റൊന്നിനെ പിടിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, കഷത്തിരിക്കുന്നത് പോകാതെ ഉത്തരത്തിൽ എടുക്കുമെന്ന് ചോദിച്ചാൽ നടക്കൂ.
പറ്റത്തില്ല. രണ്ടും കൂടെ നടക്കത്തില്ല. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു മാസ്റ്റർ വചനം പറയുന്നതാണ്, ഒരു യജമാനം മാത്രമേ നമുക്ക് സേവിക്കാൻ പറ്റൂ ഒരേ സമയം. ഏത് യജമാനം വേണം നിങ്ങൾ തീരുമാനിക്കും. ഇതാണ് യഥാർത്ഥ സ്പിരിച്വൽ വാർഫെയർ. യഥാർത്ഥ ആത്മീക പോരാട്ടം ഇവിടെയാണ്. ചിന്തകളിൽ ശത്രു എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നോ പറയുക. അതിനെങ്ങനെ ചിന്തിച്ച് തന്നെ വലുതാക്കരുത്. ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ എടുക്കുക എളുപ്പമാണ്. ചെറിയ വിത്തിന്റെ പരുവത്തിൽ എടുക്കുക എളുപ്പമാണ്. വൃക്ഷമായ മുറിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് അത് വളർന്നു വന്ന് വലിയ മരമാകുന്നത് വരെ വിട്ടുകൊടുക്കാതിരിക്കുക. അപ്പൊ തന്നെ നുള്ളിക്കളയുക. ശത്രുവിന്റെ ചിന്തകൾ നോ പറയുക. അതാണ് സ്പിരിച്വൽ വാർഫെയർ. മൂന്നാമത്തത് ക്വിറ്റ് ഡാബ്ലിംഗ് ഇൻ സിൻ. നേരത്തെ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികൾ വന്നിട്ട് ചെളിവെള്ളം തെളിഞ്ഞു നടക്കും. കാലിട്ട് കിടക്കുമ്പോൾ മൊത്തം ചെളി, അടിയിലുള്ള ചെളി എല്ലാം പുറത്തു വരും. അതുപോലെ ചെറിയൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞ് ടൈം പാസിന് നേരം പോക്കണമെന്നൊക്കെ പറഞ്ഞ് തൊടുമ്പോൾ അത് അടിക്കുന്ന ചെളി മൊത്തം കലങ്ങി വന്ന് നിന്റെ മേലെ മുഴുവൻ ചെളിയാവും. അത്തരത്തിൽ പാപത്തിൽ ഇൻഡൽ ചെയ്യുന്നത് ഒഴിവാക്കുക. വിശുദ്ധിയിലേക്കുള്ള ഒരു കോളിങ്ങിനെ സ്വീകരിക്കുക. നാലാമത്തേത്, നിങ്ങളുടെ മുട്ടിന്മേൽ ദൈവത്തിന് മുന്നിൽ നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുക. അതാണ് നിങ്ങളുടെ വിക്ടറി. നിങ്ങൾ എവിടെയാണ് ജയിക്കുന്നത് ചോദിച്ചാൽ ദൈവത്തിന് മുന്നിൽ നമ്മൾ കീഴടങ്ങുമ്പോൾ നിങ്ങൾ പല യുദ്ധങ്ങളെയും ജയിക്കുക. ദൈവത്തിന് മുന്നിലുള്ള സറണ്ടർ പലതിൻ്റെയും വിക്ടറിയാണ്. ഹല്ലേലൂയ. ഞാൻ തുടങ്ങിയെടുത്ത് എത്തിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ദൈവത്തിന് ഇന്നത്തോട് തീരുന്നില്ല. തുറമാനം പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ ലീഡ് ചെയ്താൽ തുറമാനമുള്ള ആഴ്ചകൾ നമ്മൾ സംസാരിക്കും. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ തുടങ്ങിയതാണ്, നമുക്കെങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മാനപാത്രമായിരിക്കാൻ പറ്റും. ചിലർ പറയും, ദൈവമേ നീ എന്നെ അത് സഹായിച്ചാൽ, ഇത് തന്നാൽ ഞാൻ ഇത് ചെയ്യും, അത് ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നാൽ ഞാൻ അത് ചെയ്യും. ഇങ്ങനെ ഒത്തിരി പേര് പറയാറുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ദൈവമുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിനെ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. അടുത്ത് പറയാണ്, ഇനി വിടുവിച്ചില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച കാര്യം കിട്ടിയാലും ഇല്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ചൊക്കെ നടന്നാലും ഇല്ലെങ്കിലും എൻ്റെ ദൈവത്തെ ഞാൻ സേവിക്കും. എൻ്റെ അവനോടുള്ള സ്നേഹം അവൻ എന്ത് തരുന്നു എന്ന് ബേസ് ചെയ്തല്ല, ഞാൻ അവനെ സ്നേഹിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം. അതാണ് യഥാർത്ഥത്തിലുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത വെസലിനെ നമുക്കറിയാം. ആ ദാനിയേലിനെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു നമുക്കറിയാം. ആ ദേശത്ത് ദൈവം എങ്ങനെ മാനിച്ചു. രാജാക്കന്മാർ പോലും വന്ന് വണങ്ങുന്ന തരത്തിൽ ദൈവം മനുഷ്യനെ ഉയർത്തി. ഹല്ലേലൂയ. സോ അതുകൊണ്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കല് മിനിസ്ട്രിയിൽ പ്രസംഗിക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതാണ് കോളിംഗ് എന്നോ അതാണ് മാനപാത്രം വിചാരിക്കല്. ബിസിനസ്സിൽ നീ ഒരു മാനപാത്രമായിരിക്കും. ദൈവത്തിന് തന്റെ മഹത്വത്തെ ഈ ലോകത്ത് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു വലിയ ബിസിനസ്സുകാരനായി നീ മാറും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ മഹത്വം ഇങ്ങനെയാണെന്ന് ലോകത്തോട്, പെർഫെക്ഷൻ എങ്ങനെയാണെന്ന് വെളിപ്പെടുത്താൻ പറ്റുന്നതാണ് പാത്രങ്ങൾ. അത് പല പർപ്പസ് ആയിരിക്കാം. അത് പ്രസംഗിക്കാനാവാം, ശുശ്രൂഷിക്കാനായിരിക്കാം, രോഗികളെ സൗഖ്യമാക്കാനാവാം, പലതരത്തിലാവാം, പ്രവചിക്കാനാവാം. അതൊക്കെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും നല്ല ഫാമിലി ഇങ്ങനെയാണെന്ന് വെളിപ്പെടുത്താനാകാം. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നല്ല ബിസിനസ്, ഈ ലോകത്തിൽ എന്തൊക്കെ നന്മകളുണ്ടോ അവിടെയൊക്കെയും ഏത് മേഖലയിലും ദൈവത്തിന്റെ പർപ്പസിനെ യഥാർത്ഥമായി വെളിപ്പെടുത്താൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കും. അത്തരത്തിലുള്ള പാത്രങ്ങളായി മാറാം. അതിനെ തീരുമാനിക്കുന്ന ദൈവമല്ല. ദൈവത്തിനെ കുറ്റം പറയേണ്ട, നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള പാത്രമാകണമോ വേണ്ടയോ? ദാനിയേലിന്റെ പുസ്തകം ആദ്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നു, ദാനിയേൽ മെയ്ഡ് ഹിംസെൽഫ്, അവൻ തന്നെ കുറിച്ച് തന്നോട് തന്നെ സംസാരിച്ച് പറഞ്ഞു, ഞാൻ രാജാവിന്റെ ഭക്ഷണം കൊണ്ടും വീഞ്ഞുകൊണ്ടും എന്നെ അശുദ്ധമാക്കുകയില്ല. ഹല്ലേലൂയ. അതൊരു പ്രതിജ്ഞയായിരുന്നു. ഞാൻ ഇന്നു മുതൽ വേണ്ടാത്ത എൻ്റെ ജീവിതത്തിൽ വയ്ക്കത്തില്ല. അതൊരു തീരുമാനമായിരുന്നു. ആ തീരുമാനത്തെ സ്വർഗം മാനിച്ചു. അടുത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവന്റെ മേൽ ഒരു സ്വർഗത്തിന്റെ ഫേവർ വന്നു. അവനെ കാണുന്നവരൊക്കെ ആ ഫേവറിലൂടെ അവനെ കാണാൻ തുടങ്ങി. അവനതിനെ സഹായം സ്വർഗം കൊടുത്തു. നിനക്ക് പാപത്തെ ജയിക്കാൻ കഴിയില്ലായിരിക്കാം തോന്നുന്നുണ്ടെങ്കിൽ, നിന്നെ അത് പുറത്തു വരാൻ നിന്റെ തീരുമാനമെടുക്കാമെങ്കിൽ, പരിശുദ്ധാത്മാവിന് മുന്നിൽ നിനക്ക് മുട്ടുമടക്കാമെങ്കിൽ, നിന്നെ തന്നെ സമർപ്പിക്കാമെങ്കിൽ, തീർച്ചയായും പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. ജയാളി നടത്താൻ പരിശുദ്ധാത്മാവിന്റെ കൂടെയുണ്ട്. വലത്തോട്ടോ ഇടത്തോട്ടോ എന്നുള്ള ശബ്ദം നീ കേട്ടു തുടങ്ങുമ്പോൾ നിനക്ക് പലതിനെയും ചപ്പും ചവറും എണ്ണാൻ പറ്റും. പലതിനെ നീ വേണ്ടാന്ന് പറയും, പൊക്കോ എന്ന് പറഞ്ഞ് എടുത്ത് കളയുന്ന ദിവസങ്ങളായിരിക്കും. ഹല്ലേലൂയ. ബി എ വെസൽ ഓഫ് ഓണർ. ദൈവത്തിന് ഒരു ഉപയോഗമുള്ള മാനപാത്രമായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളിലൂടെ അനേകരെ സ്പർശിക്കാൻ, അനേകർക്ക് ആശ്വാസമാകാൻ, അനേകർക്ക് ബ്ലെസ്സിങ് ആവാൻ
ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെ അതിനായി ഉപയോഗിക്കാൻ അവൈലബിൾ ആയിരിക്കുക. നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്യുക. നല്ല പാത്രമായി, മനോഹരമുള്ള പാത്രമായി, ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ ചുണ്ടോട് ചേർത്ത് പിടിക്കുന്ന മനോഹര പാത്രമായി മാറാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ലെൻസ് ചെയ്യട്ടെ, സഹായിക്കട്ടെ. ആമേൻ.